വല്ല പോട്ടെ 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 3 പോട്ടെ പോട്ടെ. എഴുതിട്ടോ നോട്ട് ജഡ്ജസ് നോട്ട്. സുധീർ പിടിച്ചു പകരം. സുധീർ അപ്പിടുത്ത ശരിയല്ല കേട്ടോ. ബാദ് പോട്ടെ 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 ബാദ് പോട്ടെ 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 പൊട്ടിട്ടെ 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 അച്ഛോ കുറച്ച് ഇരിക്കണം. പൊട്ടിട്ടെ ബാദിഷ പൊട്ടിട്ട് സമയം കഴിഞ്ഞോ? പൊട്ടിട്ട് ഹായ് ഒപ്പം പൊട്ടി പോട്ടെ. അല്ലാ ബാദ ഒഴിവാക്കിയത് ഞാൻ സമയം പോകും. അയ്യോ ലാസ്റ്റ് വെച്ച് കൊണ്ടാക്കല്ലേ. ലീക്കുള്ള പേര് കൊടുത്തിട്ടോ? ലീക്കുള്ള പേര് കൊടുത്തിട്ട് ലീക്കുള്ള പേര് കൊടുത്തിട്ടോ? പൊട്ടിട്ട് 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 പൊട്ടിട്ട്. ഇവരാ പേടിച്ചു ആദ്യം 12 കൊടുത്തിരുന്നു, പിന്നെ 5 കൂടി കൊടുത്തിരുന്നു. പതിനെണ്ണം മൊത്തം. സുധീർ ഭായി 15 കൊടുത്തിട്ടുണ്ട്. 2 ബാക്കിയുണ്ട്. ഭാഷയിൽ 1 ബാക്കി. മുസ്ലിം ലീഗിന്റെ ആളുകള് ദീന് വിറ്റ് ദുനിയാവ് ഉണ്ടാക്കുകയാണ് ചെയ്യണത്. പച്ചയായിട്ട് ദീന് വിൽക്കുകയാണ്. സിംസോറുൽ ഹക്ക് ഹുദവി എന്താ പറയണത്? നമ്മളെ നേതാക്കന്മാര് പാണക്കാട്ടെ തങ്ങളും മറ്റേ തങ്ങന്മാരൊക്കെ അല്ലേ, അവര് നിസ്കരിക്കണം നോലും പോലിക്കണ ആൾക്കാരല്ലേ. അച്യുതാനന്ദനും പിണറായി വിജയനും ഒരു നേരെങ്കിലും ഒന്നുണ്ടാക്കിക്കണോന്ന് ചോദിക്കാണ്. ഒരു ജാഹില് ചോദിക്കാണ്. ഈ ഓരോ മനുഷ്യന്റെയും നികുതിപ്പണം പിരിച്ച് റോഡും തോടും അതുപോലെ ഹോസ്പിറ്റലുകളും സ്കൂളുകളും അതുപോലെ ഉള്ള സംഗതികൾ ഉണ്ടാക്കാൻ ഒലുണ്ടാക്കണ്ടെന്ന് അമുക്കിനെ അറിയണ്ടേ, ജാഹിലിനെ അറിയണ്ടേ. ഒലു എന്ന് പറയുന്നത് നിസ്കരിക്കാനല്ലേ അല്ലേ? നിസ്കരിക്കാനല്ലേ ഒലു. അല്ല റോഡും തോടും ഉണ്ടാക്കാൻ എന്തിനാണ് ഒലു? ഓരോ മനുഷ്യന്റെ നികുതി പണം പിരിച്ചു ആ മനുഷ്യർക്ക് ഉപകാരമുള്ള സംഗതികൾ ഉണ്ടാക്കുക, മനുഷ്യന്റെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുക. ഇതൊക്കെയല്ലേ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്? നിസ്കരിക്കാനല്ലേ ഒലു വേണ്ടത്? ഇതൊക്കെ ഉണ്ടാക്കാൻ ഒലുവാണോ? എന്റെ വിശ്വാസം അതാണ്. നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും വേണ്ടിയില്ല. എന്നിട്ട് അവസാനം ഒരു കീറും. അതാണ് സ്ഥിതി. ഇതുകൊണ്ട് കേൾക്കുമ്പോൾ പഠിച്ചവനെ തൊള്ളിന്ന് വെള്ളം ഇങ്ങനെ വിളിച്ചാണ് ഭീകരക്ക്. നമ്മളെ നേതാക്കളൊക്കെ ഒന്നുണ്ടാക്കുന്ന ആൾക്കാരാണ്. എന്നാലോ ലോകത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കള്ളന്മാര് ലീഗിന്റെ ആളുകള്. പാലാരിവട്ടം അണ്ണാക്ക് തൊടാതെ കൊടികൾ വിഴുങ്ങി. എയർ നഗർ നൂറുകണക്കിന് ആളുകളുടെ അക്കൗണ്ട് തിരിമറി ചെയ്തിട്ട് കൊടികൾ കെട്ടു. കത്തുവ ഫണ്ട്, സുനാമി ഫണ്ട്, ഫിറോസ് കെട്ടു. ജ്വല്ലറി തട്ടിപ്പ് പാവങ്ങളായ അഗതികളും അനാഥകളും സ്ത്രീകളുമായ പെണ്ണുങ്ങളെ കോടിക്കണക്കിന് റുപ്യ കമറുച്ച അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി. ഇഞ്ചി കൃഷി, കോളേജ് കോഴ, 2000 കോടി ഒക്കെ സ്വത്ത്, മൈനാജി, ഫുള്ള് കള്ളന്മാര്. എന്നിട്ട് എന്താ ചെയ്യണത്? മെമ്പർഷിപ്പ് എടുക്കുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, പതാക ഉയർത്തുമ്പോ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. എന്നാലോ മുഴുവൻ കള്ളന്മാരും. നാണല്ലാത്ത വർഗം. പിന്നെ അന്നാക്ക ഇന്നാക്ക ആ ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തി ഇല്ല കുട്ടിയെ. പാണക്കാട് സാദിഖലിയെ ആക്കുന്നതിനേക്കാൾ നല്ലത് സാധാരണ നിത്യം കൂലിപ്പണിക്ക് പോണോ കുടുംബം നോക്കണോ ആരെയും പിടിച്ചാക്കി കഴിഞ്ഞാൽ അത് വൃത്തിയിലും വെടുപ്പിലും കൊണ്ടടക്കും. സാദിഖലി തങ്ങൾക്ക് എന്ത് വിവരമുണ്ട്, എന്ത് യോഗ്യത ഉണ്ട്, എന്ത് സംസ്കാര ശൂന്യമാണ് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്ന് ആദ്യം ചോദിച്ചാൽ മതി. എന്താണ് ആ രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്കാര ശൂന്യത? അണികളുടെ സംസ്കാര ശൂന്യത എന്താണ്? ഇത്തരം വൃത്തികെട്ട കുറെ അണികളെ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിനും എന്ത് ചെയ്തു? ചോദ്യങ്ങൾ വേറെയും കെടുക്കുകയാണ്. അപ്പൊ അയാളെ പിടിച്ചാക്കണേക്കാട്ടി നല്ലത് രാവിലെ കൂലിപ്പണിക്ക് പോണ കുടുംബം നോക്കണ ഒരു സാധാരണക്കാരനെ പിടിച്ച്
കാലിയാക്കിയ നന്നായിട്ട് പോകുന്ന പറഞ്ഞതിന് അർത്ഥം കേട്ടാ. അപ്പൊ അത്രയും ഒരു സാധാരണക്കാരനെയും വില ഇല്ല എന്നാണ് പാണക്കാട് സാധിക്കുന്നത് ഇപ്പൊ ഉള്ളത് പൊതുജനം വിലയിരുത്തല്. അവിടേക്ക് എത്തിച്ചിങ്ങള് പറയണത് ആരാ? ഒരു തങ്ങളെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയണതേ. ഒരു സയ്യിദിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത്. ഈ കോലത്തിൽ സയ്യിദിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ സയ്യിദിന്റെ പ്രവൃത്തി എത്രത്തോളം തരം താഴ്ന്നു പോയി എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. കൃത്യമായിട്ട് ബോധ്യമുണ്ട് സയ്യിദിനെ പറയുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും. പക്ഷെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോയത്. സയ്യിദായാലും ആരായാലും നിലക്ക് നിൽക്കാതെ നിന്ന് കഴിഞ്ഞാൽ പൊതുജനം പ്രവർത്തിച്ചു പോകും. നമ്മള് ജീവിതത്തില് നമ്മള് ഒരൊറ്റ ഉസ്താദുമാരിൽ നിന്നും വയലോ അതല്ലെങ്കിൽ പ്രഭാഷണത്തിലോ ക്ലാസ്സിലോ കേൾക്കാത്ത സംഗതിക്കാരൻ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുക. അപ്പൊ അത് ഒറ്റടിക്കാണ് നമ്മള് ശരിയാണെന്ന് പറയാൻ പറ്റൂല, അത് ശരിയല്ല എന്നും പറയാൻ പറ്റൂല. പഠിക്കണം, അതിന് കർമ്മശാസ്ത്രം പഠിക്കണം. അതിന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ ആ വിഷയത്തിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് നോക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? മതവിധി അറിയിക്കണം. മനസ്സിലായില്ലേ? ചില്ലറ വല്ലെന്നല്ലത്. അതല്ലാതെ ഇവര് ഈ പറയുന്ന മാതിരി ഒന്നല്ല മനുഷ്യന്മാരെ കാദിയന്മാര്. അതായത് ഇപ്പോ കുട്ടികളെ, പെൺകുട്ടികളെ വരെ എന്താണ് കാലിയർക്ക് കെട്ടിച്ചു കൊടുക്കാന് ഒരു സംഗതി ഉണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിന്റെ മാനദണ്ഡം എന്താന്നുള്ളത് എനിക്കറിയില്ല. അത്രക്ക് ബഹുമാനാണ് കാലി സ്ഥാനം. മനസ്സിലായില്ലേ? വ്യത്യസ്തമായ പ്രശ്നങ്ങൾ വരുമ്പോ അവിടൊക്കെ എന്ത് ചെയ്യുക? ആർക്കും ഒരു പ്രയാസങ്ങളൊന്നും കൂടാതെ എല്ലാവരെയും സന്തോഷത്തോടെ ഇരുത്തുക. എന്നിട്ട് മസലത്താക്കി വിവാഹവുമായി ബന്ധപ്പെട്ടാണ് എന്നുണ്ടെങ്കിൽ സംസാരിക്കുക. രണ്ട് കുടുംബങ്ങളോട് സംസാരിക്കുക, ഭർത്താവിനോട് സംസാരിക്കുക, ഭാര്യനോട് സംസാരിക്കുക, പരമാവധി താണുകൂണ് സംസാരിക്കുക. അവർക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ? പിന്നെ കുടുംബങ്ങളിൽ ഇടങ്കോലിട്ടാല് എന്ത് ചെയ്യാ? ഇവരിങ്ങനെ പറയുന്നത് ഓല് ജീവിച്ചോട്ടെ എന്ന് പറയാ. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അതല്ല വിവാഹമോചനം എന്താണോ കുറിച്ചിട്ട് പഠിക്കുക. എന്നിട്ട് വിവരം ഇല്ലാന്നുണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിച്ചിട്ട് പഠിച്ചിട്ടാണ് അതൊക്കെ അറിയിക്കാൻ. ഇല്ലെങ്കിൽ എന്താ പറയാ, ഭയങ്കര കുഞ്ഞിരായി കൊടുക്കു പോകും. അതിനുള്ളൊരു താനൊന്നും ഇപ്പൊ ഇന്ന് സാധിക്കാൻ തങ്ങൾക്കില്ല. മനസ്സിലായി? തങ്ങന്മാരെ ഉപയോഗിച്ച് ഇവിടെ വഹാബിസത്തിലേക്ക് ആളെ കയറ്റി കൊടുക്കുമ്പോഴേ അതിന് മിണ്ടാതെ നിന്ന് കഴിഞ്ഞാല് ആർക്കേക്കാരം മിണ്ടാതെ വെക്കണ അവർക്കേക്കാരം കിട്ടുക. മനസ്സിലായില്ലേ? അല്ല മുണ്ടുന്നവർക്കല്ലേ കാരം. മുണ്ടുന്ന അള്ളാഹിന്റെ ഇസ്ലാമിനെ ഇവിടെ താറുമാറാക്കുമ്പം അതിന്റെ വേദന കൊണ്ട് മുണ്ടാണ്. അതൊന്ന് തങ്ങന്മാരല്ലേ മുണ്ടാതെ ഇങ്ങനെ അവിടെ തൊള്ള ചുണ്ട് പൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് അള്ളാഹിന്റെ ഇസ്ലാമിന് തകരാറ് സംഭവിക്കുമ്പോൾ അതിനെതിരെ കിട്ടൽ ഇറക്കിക്കാരം, മിണ്ടാതെ നിൽക്കുന്ന ഇറക്കിക്കാരം റബ്ബിൽ നിന്ന്. അത് മനസ്സിലാക്കിക്കോളുണ്ടേ. ഇവിടെ ഇസ്ലാമാണ്ടേ, ഇസ്ലാം ഉണ്ട്. പിന്നെ മുസ്ലിങ്ങൾ പറഞ്ഞ് നടക്കണ് അത് തങ്ങൾ പാപ്പാണ് പറഞ്ഞ് മിണ്ടാതെ നിന്ന് ഇങ്ങനെ ഇവിടെ മറ്റുള്ള മതക്കാര് പെരുകലവിടെ ചെയ്യുക, എല്ലാത്തിനും കൂട്ടി കൊടുക്കുക. പിന്നെന്ത് ഇസ്ലാം മുസ്ലിം താടിയും താലയൊക്കെട്ടൊക്കെ വെച്ച് ഇങ്ങനെ നടക്കണം. അപ്പൊ അതിന്റെ ഒരു ആവശ്യമുണ്ടോ? തിരുത്തേണ്ടത് തിരുത്തിച്ചിട്ടേ ഞങ്ങൾ ഇടങ്ങുകയുള്ളൂ. കാദി ആവാൻ ആരാ പറ്റുക? ശുറൂത്തുൽ കാദി എന്നൊരു ഒരാൾ പറയുന്നു മുജ്തഹിദാവണം. അതല്ല മുസ്ലിയാരെ, ലോകത്തെവിടെയാണ് മുജ്തഹിദുള്ളത്? ഈത്തിഹാദിന്റെ കവാടം മഹാന്മാരായ മദ്ഹബ് ഇമാമികളോടുകൂടി അടഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെയും സമസ്തയുടെയും ആദർശം. അതാണ് എവിടെ മുജ്തഹിദുള്ളത്? പാണക്കാട് സാദിഖലി ശിഹാബുകളല്ലാത്ത ബാക്കിയുള്ള കാലിമാരൊക്കെ മുജ്തഹിദീങ്ങളാണെന്നാണോ നിന്റെ വാദം? എന്താ മുസ്ലിയാരെ, ലീഗ് വിരോധം കൊണ്ടും പാണക്കാട് വിരോധം കൊണ്ടും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയല? നിന്നെ ആരാ കയറൂരി വിട്ടത്? കെട്ടി ജയിലിലെ സ്വർഗത്തിലേക്കാണോ? നിങ്ങൾ 14 ആൾ മാത്രം സ്വർഗത്തിലാ? ആകാശഭൂമിയുടെ വിസ്താരമുണ്ട് സ്വർഗത്തിൽ. ഇവിടെ 12 ലക്ഷം കുട്ടികളും അതിൽ 11,95,000 കുട്ടികളും ലീഗുകാരുടെ മക്കളാണ്. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ചോദിച്ചു, പിന്നെ സമസ്ത കുട്ടികളെവിടെ? അവർക്ക് എനിക്ക് ഷോക്കോസ്. ഇതൊരു യാഥാർത്ഥ്യമല്ലേ? ഏത് മഹലാണ് ഇവരെ തുണക്കുന്നവരുള്ളത്? കോഴിക്കോട് ജില്ലയിൽ സുന്നി മഹൽ ഫെഡറേഷന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ് ഞാനും സൈദിയൊക്കെ. നിങ്ങൾ പരിധി നോക്കി ഇവർ പറയുന്ന ആശയം ഉൾക്കൊള്ളുന്ന എത്ര മഹല്ലാരുണ്ട്? ഒരു കാര്യം മനസ്സിലാക്കണം, പാണക്കാട്ടെ കുട്ടികളെ തൊട്ട് കളിച്ചാൽ അത് തീക്കളിയായിരിക്കും കേട്ടോ. ലക്ഷക്കണക്കിൽ മുസ്ലിമീങ്ങൾ നടുറോട്ടിലിറങ്ങും. എന്നാൽ പാണക്കാട് സദാത്തീങ്ങളും സമസ്തകളുടെ ജമിയത്തുൽ ഉലമയും വളരെ ഒത്തൊരുമയോടുകൂടി നീങ്ങിയതുകൊണ്ടാണ് കേരളത്തിൽ പള്ളിക്കൂടങ്ങളുണ്ടായത്, പള്ളി മദ്രസകൾ ഉണ്ടായത്, അറബി കോളേജുകൾ ഉണ്ടായത്, യതീം ഖാനകൾ ഉണ്ടായത്. അവരതിന് നേതൃസ്ഥാനത്തുണ്ട്, അല്ലെങ്കിൽ അവർ തർക്കലിടാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട് എന്ന് കേൾക്കുമ്പോൾ ഇവിടുത്തെ ലീഗുകാരായ ആളുകളും പാണക്കാടിനെ അംഗീകരിക്കുന്ന കോൺഗ്രസ്സുകാരും അല്ലാത്ത രാഷ്ട്രീയക്കാരൊക്കെ അവിടെ ഒരുമിച്ച് പോകും. അവർ പറയുന്നത് അനുസരിക്കണമെന്ന ഒരു ബോധം ഈ രാജ്യത്തെ മുസ്ലിമീങ്ങൾക്കുണ്ട്, അമുസ്ലിമീങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് അവരെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് മാത്രം ആ മാന്യദേഹത്തോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്.
ഞങ്ങൾക്ക് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. സമസ്തകൽ ജമിയത്തുൽ ഉലമയും അതുപോലെ തന്നെ പാണക്കാട് സാദാത്യങ്ങളും ഒത്തൊരുമിച്ച് പോകണം എന്നതാണ് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിൽ മുസ്ലിമീങ്ങളുടെ ആഗ്രഹം. അതിനെതിൽ ആര് പറഞ്ഞാലും അതിന് ഇക്കാലം വരെ നമ്മളത് ചെവിക്കൊണ്ടില്ല. കാരണം നമ്മളെ കാരണത്താൽ ഒരു ഭിന്നിപ്പും ഫിർക്കത്തുണ്ടാവരുന്ന് ഇപ്പോൾ ക്ഷമിച്ച് അങ്ങനെ പോയതാ. ഇപ്പോൾ കളിച്ച് എവിടെ കയറിയ തലൻ്റെ മേലെ കയറിയാണ്. ഇനി വിശ്രമിക്കാൻ സമയമില്ല. ഈ സമുദായം കർമ്മരംഗത്തിറങ്ങാൻ പോവുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സമസ്തകൽ ജമിയത്തുൽ ഉലമയുടെ 100ാം വാർഷികം വരികയാണ്. ഇവിടെ 100ാം വാർഷികം ഇവിടെ എത്താൻ അയൽവക്കത്തെത്തിയിട്ടുണ്ട്. അത് വിജയിപ്പിക്കൽ നമ്മുടെ കടമയാണ്. അതിന് ക്ഷീണം വരുത്താൻ KT ജലീലോ അല്ലെങ്കിൽ KT ജലീലിന്റെ അടുത്ത് അച്ചാരം വാങ്ങിയവരോ ഇവിടെ വരുന്നുണ്ടെങ്കിൽ അവർ കരുതിയിരിക്കണമെന്നേ പറയാനുള്ളൂ. നിങ്ങളെ കൂടെ ഒരു മുസ്ലിം ഉമ്മത്തി നിങ്ങൾ പിന്നിലുണ്ടാവില്ല. നിങ്ങൾ ഇമാമത്ത് നിൽക്കുന്നുണ്ടാവും. സലാം വീട്ടുന്നതിന് മുമ്പ് ആളുകൾ പിരിഞ്ഞു പോയിട്ടുണ്ടാവും. ആളുകളെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ വലിയ ആൾ കൂടിയിരിക്കുന്നതിന് തെറ്റിദ്ധരിച്ചിട്ടാണോ? 100 ആളെ കാണുമ്പോഴേക്ക് നിങ്ങൾ ഈ നിലംവിട്ടിച്ചാടുകയാണ്. ആ നിലംവിട്ടിച്ചാടലൊക്കെ നിർത്തിവെക്കണമെന്നാണ് ഈ പരിപാടിയുടെ സുന്നി ആദർശവേദിയുടെ ലക്ഷ്യം. അതാണ്. കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും വലിയ വലിയ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. കോവിഡ് മഹാമാരി കാലത്ത് മാത്രമാണ് ഇതിന് അല്പം കുറവ് വന്നിരുന്നത്. ഇപ്പോൾ പതിയെ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള സമ്മേളനത്തിന് മാറ്റുകൂട്ടുവാൻ വേണ്ടി പ്രത്യേകിച്ച് മതസംഘടനകൾ വിദേശത്തുള്ള ആളുകളെ ക്ഷണിക്കാറുണ്ട്. വിദേശത്ത് നിന്നുള്ള ഗസ്റ്റുകൾ വരും. അതുപോലെ തന്നെ ഇതര സ്റ്റേറ്റുകളിൽ നിന്നുള്ള, ഉത്തരേന്ത്യയിൽ നിന്നുള്ള ഗസ്റ്റുകൾ ഉണ്ടാകും. അങ്ങനെ അവരുടെ പ്രസംഗം അവരുടെ ഭാഷയിലായിരിക്കും എന്നതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പ്രത്യേകം ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടാകും. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികളും മതസംഘടനകളും ഒക്കെ മറ്റുള്ള ഭാഷക്കാരെ അതിഥികളായി കൊണ്ടുവന്ന് സംസാരിപ്പിക്കുമ്പോൾ അതിനെ വളരെ ഭംഗിയായി ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകൾ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലും ഓരോ സംഘടനകളിലും ഉണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ട്രാൻസ്ലേഷൻ പലപ്പോഴും പലരെയും അബദ്ധത്തിൽ കൊണ്ട് ചെന്ന് ചാടിച്ചിട്ടുമുണ്ട്. 2016 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തൃശൂരിൽ നടന്ന ചടങ്ങിൽ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തിയ കെ സുരേന്ദ്രന് അത് പൂർത്തിയാക്കാൻ കഴിയാതിരിക്കുകയും പിന്നീട് വി മുരളീധരൻ അത് ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ അത്തരത്തിലും സംഭവിക്കാറുണ്ട്. എന്നാൽ വളരെ ഭംഗിയായി ട്രാൻസ്ലേഷൻ കൈകാര്യം ചെയ്യുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. ഇന്നലെ നടന്ന സമസ്തയുടെ മലപ്പുറം ജില്ലാ സമ്മേളനത്തിൽ അബ്ദുസമദ് സമദാനി സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നല്ല ട്രാൻസ്ലേറ്ററാണ്. 2019 കോഴിക്കോട് കടപ്പുറത്ത് നടന്ന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പരിഭാഷപ്പെടുത്തി അദ്ദേഹം മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു, ജനകയ്യടി നേടിയിരുന്നു. അതുപോലെ തന്നെ 2020 കപിൽ സിബലിന്റെ പ്രസംഗവും പരിഭാഷപ്പെടുത്തിയത് വലിയ സംഭവമായി മാധ്യമങ്ങൾ അവതരിപ്പിച്ചിരുന്നു. ഇങ്ങനെ ഇത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളുകളുണ്ട്. എന്നാൽ ഇതേ സമദാനി സാഹിബ് പങ്കെടുത്ത ഒരു സമ്മേളനത്തിൽ ഇന്നലെ നടന്ന ഒരു ട്രാൻസ്ലേഷനാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. സമസ്തയും മുസ്ലിം ലീഗുമൊക്കെയായി ബന്ധപ്പെട്ട ആധുനിക വിഷയങ്ങൾ, പുതിയ വിഷയങ്ങൾ പല ആളുകളും പല രൂപത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്നലത്തെ സമ്മേളനത്തിൽ കണ്ടത്. അതവിടെ നിൽക്കട്ടെ. മൊത്തത്തിൽ പുകയിട്ട് മൂടിയ ഒരവസ്ഥയുണ്ടായ സമ്മേളനത്തിൽ ഒരു കാര്യം മാത്രമാണ് വ്യക്തമായത്. ലീഗ് സമസ്തയുടേതാണ്, സമസ്ത ലീഗിന്റേതുമാണത്രേ. അത് നമുക്ക് പിന്നീട് പറയാം. എന്തായാലും ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിലും രോമാഞ്ചകുഞ്ചുകമണിഞ്ഞിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് പെട്ടെന്നാണ് പുതിയ പ്രാസംഗികന്റെ വരവ്. കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത സമ്മേളനമാണെങ്കിലും നമുക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ മറ്റൊരാൾ പ്രസംഗിക്കാൻ വരുമ്പോൾ അതിന് ഒരു ട്രാൻസ്ലേറ്റർ വേണമല്ലോ. അങ്ങനെയാണ് സുബൈർ ഹുദവിയെ അതിനെ ഏൽപ്പിക്കപ്പെടുന്നത്. സുബൈർ ഹുദവി ചില്ലറക്കാരനൊന്നുമല്ല. അദ്ദേഹം നല്ല ട്രെയിനറാണ്, നല്ല മോട്ടിവേറ്ററാണ്. സമസ്തയുടെ ഇത്തരത്തിലുള്ള വേദികളിലൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നയാളുമാണ്. എന്നാൽ സമ്മേളനത്തിന് വന്ന ഉത്തരേന്ത്യൻ പ്രതിനിധി സംസാരിച്ചു തുടങ്ങിയപ്പോൾ അത്തഹിയാത്തിൽ ആരോ എന്തോ പോയ ഒരു കഥ പറയാറുണ്ട്. അദ്ദേഹത്തിന്റെ സംസാരത്തിന്റെ ഭാഗം നമുക്ക് ആദ്യം ഒന്ന് കാണാം. केरला का रिश्ता शुमाली बिहार से बहुत पहले हुआ और उसका पस मंज़र ये है कि जब हज़रत शेख अबू बकर साहब बरेली शरीफ पहुँचे, वो जो ताज शरिया से मुलाकात के लिए, तो वो मामूलात के एतबार से बाज़ वो अरकान ऐसे थे कि बाज़ लोगों को शुभ हुआ कि ये कौन हमारे दरमियान आ गए। तो उन्होंने सीढ़ियां चढ़ते हुए एक जुमला कहा था, नहनो माकुम फी तकफीरिल वहाबिया. ചുരുക്കത്തിൽ വളരെ മുമ്പ് തന്നെ ഇദ്ദേഹം ബീഹാരി പ്രതിനിധിയായി വന്നതാണ് എന്ന് മനസ്സിലാകുന്നുണ്ട്. വളരെ മുമ്പ് തന്നെ കിഴക്കൻ ബീഹാറിന് കേരളത്തിലെ സുന്നികളുമായി വലിയ ബന്ധമുണ്ട്. കുറച്ചു കാലം മുമ്പ് ഷെയ്ഖ് അബൂബക്കർ അഹമ്മദ് അഥവാ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ബറേലി ഷെരീഫിലെ മക്കാമിലെത്തുകയും അവിടെ വെച്ച് താജു ശരീഅയുമായി കൂടിക്കാഴ്ച നടത്തുകയും കേരളത്തിൽ നിന്നെത്തിയ ഷാഫി മദ്ഹബുകാരായ പണ്ഡിതന്മാരാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമാവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ആ ബന്ധവും സൗഹൃദവുമാണ് ഇന്നും കേരളത്തിലെ സുന്നികളുമായി ഞങ്ങൾക്കുള്ളതെന്നും അവർ തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ബിദ്അത്തിനെ പ്രതിരോധിക്കുന്നതിൽ, പ്രത്യേകിച്ച് വഹാബികളെ
പ്രതിരോധിക്കുന്നതിൽ ധാരണകൾ ഉണ്ടായി എന്നൊക്കെയാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ട്രാൻസ്ലേഷൻ ഒന്ന് കേട്ടു നോക്കാം. ഇവിടെ നിന്ന് ബീഹാറിലേക്കൊക്കെ പ്രവർത്തനങ്ങൾക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിദേഹത്തിന്റെ ആളുകളാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാകും. മുമ്പ് വന്നവരിലും ആ സംശയങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങൾ പരസ്പരം പരിചയപ്പെടുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ, ഇപ്പോൾ സംസ്ഥയുടെ പ്രവർത്തനങ്ങൾ ഇവിടെ വന്ന് അറിയുകയും ചെയ്തപ്പോൾ ആ വലിയ ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും സംശയങ്ങളും ദൂരീകരിക്കപ്പെട്ടിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, സുബൈർ ഹുദവി ചില്ലറക്കാരനല്ല. അദ്ദേഹം നല്ലൊരു മോട്ടിവേറ്ററും ഒരു ട്രെയിനറൊക്കെ ആയ സ്ഥിതിക്ക് ഇങ്ങനെ ഒരു കാര്യം കൈകാര്യം ചെയ്യേണ്ടി വന്നപ്പോഴുള്ള അദ്ദേഹത്തിന്റെ അവസ്ഥ നമുക്ക് ഈ വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റും. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും വയ്യ, ചെയ്യാതിരിക്കാനും വയ്യ എന്നൊരവസ്ഥ. ആ സമ്മേളനത്തിൽ ഇതിനിടയ്ക്ക് ഒരു ക്യാപ്സ്യൂളായി പറഞ്ഞു കേട്ടത്, കോവിഡ് ഒക്കെ ആയതുകൊണ്ട് അതിന്റെ പ്രോട്ടോകോളും ഒക്കെ ആയി ബന്ധപ്പെട്ട് നമുക്ക് പ്രസംഗങ്ങളൊക്കെ ചുരുക്കേണ്ടതുകൊണ്ട് ഈ ബീഹാരി സ്വദേശിയുടെ, ഉത്തരേന്ത്യൻ സ്വദേശിയുടെ പ്രസംഗം വളരെ ഷോർട്ടായി പരിഭാഷപ്പെടുത്തുന്നു എന്നാണ് അത്രേ പറഞ്ഞത്. എന്തായാലും അതിഥിയായി ഒരാളെ അന്യ സംസ്ഥാനം നിന്ന് വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാൾ പ്രസംഗിച്ച പ്രസംഗത്തെ അതേപടി പരിഭാഷപ്പെടുത്താതിരിക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന അപമര്യാദയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ ഒരു സംഭവം മുമ്പും പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഞാനിത് പറയുന്നില്ല. ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പറയേണ്ട എന്ന് കരുതിയതാണ്. മുമ്പ് AP വിഭാഗത്തിനെതിരെ വാളെടുത്ത് ഇറങ്ങിയിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ വഹാബിസത്തിനെതിരെ സജീവമാണ് എന്ന് കണ്ടപ്പോൾ അവരുടെ കൂടെ നമുക്കും സപ്പോർട്ട് ചെയ്യാമെന്ന് കരുതി അവരുടെ വീഡിയോകളും അവരുടെ പ്രസ്താവനകളുമൊക്കെ വ്യാപകമായി രണ്ടു കൂട്ടരും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. എന്നാൽ ഞങ്ങൾക്കിപ്പോ തൽക്കാലം നിങ്ങളുടെ സപ്പോർട്ട് വേണ്ട എന്ന രൂപത്തിലാണ് ഇന്നലെ അമ്പലക്കടവ് ഹമീദ് ഫൈസിയുടെ പുതിയ വീഡിയോ വരുന്നത്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം.